1945 ലോകം ഒരു രാക്ഷസനെ കണ്ടുമുട്ടി. പേര് അഡോൾഫ് ഹിറ്റ്ലർ. പക്ഷേ ഇതിഹാസം പറയുന്ന കഥകൾക്കുള്ളിൽ മറ്റൊരു സത്യമുണ്ട്. ഒരു കലാകാരൻ എങ്ങനെയാണ് ലോകത്തെ ഏറ്റവും വലിയ ദുരന്തമായി മാറിയത്? ഇതയാളുടെ ആദ്യ ഇരയുടെ കഥയാണ്. 1907 വിയന്ന. ഒരു ചെറിയ മുറിയിൽ 18 വയസ്സുകാരൻ അഡോൾഫ്. അവൻ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഒരു ബ്രഷ്, ചായക്കുപ്പികൾ. അവനൊരു ചിത്രകാരനാകാൻ ആഗ്രഹിച്ചു. അവന്റെ കനവ് ഒരു പോസ്റ്റ് കാർഡ് വിൽപ്പനക്കാരൻ എന്നതായിരുന്നു. പക്ഷേ വിയന്ന അക്കാഡമി ഓഫ് ഫൈൻ ആർട്സ് അവനെ തിരസ്കരിച്ചു. 2 വട്ടം. ആ തിരസ്കാരമാണ് അവന്റെ ഉള്ളിൽ ആദ്യമായി നീരസം എന്ന വിഷം പകർന്നത്. യുദ്ധം, പരാജയം, രാജ്യം തകർന്നു. ഒരു പട്ടാളക്കാരനിൽ നിന്ന് അവനൊരു വാഗ്മിയായി മാറി. അവന്റെ വാക്കുകൾക്ക് തീ പിടിച്ചിരുന്നു. ജർമ്മനി വിശപ്പും നാണക്കേടും കൊണ്ട് നിലവിളിച്ച സമയം. അപ്പോഴാണ് ആരും ശ്രദ്ധിക്കാത്ത ഒരു പേര് അവൻ ആദ്യമായി പരസ്യമായി ഉച്ചരിച്ചത്. ഒരു വിഭാഗം, ഒരു ശത്രു. അതായിരുന്നു അവന്റെ ആദ്യ ആയുധം. ലക്ഷക്കണക്കിന് ആളുകൾ ആ ഭ്രാന്ത് വാങ്ങി. എന്നാൽ ഓരോ വിജയവും കൂടുതൽ രക്തം. യൂറോപ്പിലുടനീളം 60 ലക്ഷം ജീവൻമുകൾ. കുട്ടികൾ, വൃദ്ധർ. അവൻ പേര് വിളിച്ച ആദ്യത്തെ ആൾ ആരായിരുന്നു? ഞങ്ങൾക്ക് ആ പേരറിയില്ല. കാരണം ഹിറ്റ്ലർ ആദ്യം കൊന്നത് മറ്റൊരാളെ ആയിരുന്നില്ല, തന്നിലെ സൃഷ്ടികർത്താവ് എന്ന മനുഷ്യനെ ആയിരുന്നു. ചരിത്രം ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ആദ്യം ഓർക്കേണ്ടതിതാണ്. ഓരോ രാക്ഷസനും ഒരിക്കൽ തിരസ്കരിക്കപ്പെട്ട ഒരു സ്വപ്നം കൊണ്ട് നടന്നിരുന്നു. അത് മാറ്റിയെഴുതാൻ നമുക്ക് കഴിയുമോ? അതാണ് യഥാർത്ഥ ചോദ്യം.